സർപ്പാരാധനയുമായി അടുപ്പമുള്ള ഒരു അപൂർവ ജനകീയ കലാരൂപമാണ് പുള്ളുവൻ പാട്ട്. ഭക്തിയും സംഗീതവും ഒരുമിക്കുന്ന ഈ പാരമ്പര്യം ഇന്നും തലമുറകളിലൂടെ ജീവിക്കുന്നു. നമസ്കാരം, എൻ്റെ പേര് ദേവദാസ് കോട്ടിയാട്ട്. ഞാനൊരു നാഗപ്പാട്ട് കലാകാരനാണ്. 18 വർഷമായിട്ട് ഞാൻ ഈ മേഖലയിലുണ്ട്. ഇതൊരു അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കലാരൂപം കൂടിയാണ് ഈ നാഗപ്പാട്ട്. ചില സ്ഥലങ്ങളിൽ അതിൽ പല പേരിലാണ് അത് അറിയപ്പെടുക. ചില സ്ഥലങ്ങളിൽ പാമ്പന്തുള്ളിൽ നിന്നും സർപ്പന്തുള്ളിൽ നിന്നും നാഗപ്പാട്ടും എന്നൊക്കെയാണ് അറിയപ്പെടുക. നമ്മുടെ പൂർവികന്മാരാണ് നമുക്കിത് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. വീടുകളിൽ, സർപ്പക്കാവുകളിൽ, ക്ഷേത്രങ്ങളിൽ തുടങ്ങിയ അനവധി സ്ഥലങ്ങളിൽ അവർ കലത്തിനു മുമ്പിൽ സംഗീതം അർപ്പിക്കുന്നു. കാശീപൻ ഭക്തിയോ കദ്രുവിൻ സന്തതി വേഷാതിരിഞ്ഞൊരൻ നാഗങ്ങളായിരം പിന്നെ വീണാതയോ രണ്ടു ധനികന്മാർ. നമ്മൾ ഇതിനെ പുള്ള സമുദായത്തിൻ്റെ ചരിത്രത്തെ പറ്റി പറയുകയാണെങ്കിൽ നാഗഞ്ചേരി ഇല്ലം പറഞ്ഞിട്ടൊരു ഇല്ലുണ്ടായിരുന്നു. അവിടെ ഒരു തമ്പുരാട്ടി വെള്ളം കോരിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കാണ്ടാർവനം കത്തി നശിച്ചിട്ട് അതിൽ നിന്നും ഒരു നാഗം പാതി വെന്തിട്ടും വേവാത്തൊരു നാഗം ഓടി വരുന്നത് കണ്ടപ്പോൾ ഈ അന്തർജനം ഈ കുടം കാണിച്ചു കൊടുത്തു എന്നാണ് പറയുന്നത്. അപ്പോൾ കുടത്തിൽ വന്ന് കയറുകയും അങ്ങനെ ഇല്ലത്തേക്ക് ആ കുടമായിട്ട് ചെന്നപ്പോൾ തിരുമേനി ചോദിച്ചത് എന്താണെന്ന് ചോദിച്ചപ്പോൾ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അങ്ങിങ്ങ് പോകുന്ന ദൈവങ്ങളെയൊക്കെ വീട്ടിലേക്ക് കൊണ്ടുവരേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് അന്ന് ഭ്രഷ്ട് കൽപ്പിക്കാവുന്ന സമ്പ്രദായമുണ്ട്. അങ്ങനെ ഭ്രഷ്ട് കൽപ്പിച്ചിട്ട് വീടിന് പുറത്താക്കുകയാണ്. അപ്പോൾ ഇങ്ങനൊരു നാഗത്തെ രക്ഷിച്ചത് കൊണ്ടാണല്ലോ എനിക്ക് ഗതി വന്നത് എന്ന് പറഞ്ഞിട്ട് ആ നല്ലമ്മ ഈ കുടം ഒരു മുല്ലത്തറയിൽ കൊണ്ട് കമത്തി വെച്ചിട്ട് അവർ മുറ്റത്ത് കിടക്കുകയാണ് കരഞ്ഞിട്ട്. അങ്ങനെ അതിനൊരു അശരീരി ഉണ്ടാവുകയാണ്. എന്നെ രക്ഷിച്ചതിൻ്റെ പേരിലാണ് നിനക്ക് ഇങ്ങനെ ഒരു ഗതി വന്നിട്ടുള്ളതെങ്കിൽ ഞാൻ അതിന് അതിന് വേണ്ടുന്ന സഹായങ്ങൾ ഞാൻ എന്നിൽ നിന്ന് കിട്ടുന്നൊരു അശരീരി കേൾക്കുകയാണ്. അപ്പോൾ ഇത് ഞെട്ടി ഉണർന്നിട്ട് ഈ തമ്പുരാനോട് ഈ കാര്യങ്ങൾ സംസാരിക്കുകയാണ്. ഇങ്ങനെ അച്ഛൻ ഞാൻ അങ്ങനെ സ്വപ്നത്തിലൊരു ദർശനം കണ്ടു, ഒരു നാഗദൈവത്തിൻ്റെ ഒരു ദർശനം കണ്ടു പറയാണ്. അപ്പോൾ ഈ നാഗത്തിന് ദർശനം പിന്നെ വരികയാണ്. എന്നെ രക്ഷിച്ച ഈ കലശക്കുടം എന്നാണ് പറയുക പുള്ളക്കുടത്തിന്. അത് 12 നാഴി കലശക്കുടം, അത്ര വലിപ്പേ പാടുള്ളൂ. അതിൻ്റെ വായവട്ടം മൂട് വെട്ടിയിട്ട് കറ്റക്കിടാവ് എന്ന് പറഞ്ഞ പശുവിൻ്റെ തോലിട്ടിട്ട് 21 കണ്ണുകൾ ഉണ്ടാവും അതിന്. അത് വാറിട്ട് വലിച്ച് മുറുക്കി കൊട്ടിക്കഴിഞ്ഞാൽ എൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടാവുന്നൊരു അൾപ്പാട് കൊടുക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് തമ്പുരാട്ടി ഞെട്ടി നോക്കിയപ്പോൾ മുല്ലത്തറയിൽ വെച്ചിട്ടുള്ള മൺകുടം ചിത്രകൂടമായി രൂപപ്പെട്ടു എന്നാണ് പറയുന്നത്. അപ്പോൾ പിന്നെ തമ്പുരാനോട് ഈ കാര്യങ്ങളൊക്കെ അറിയിക്കുകയും ആ സമയത്ത് പുല്ലിൽ നിന്നും നാരദ മഹർഷി പുല്ലിൽ നിന്നും പുള്ളുവനെ സൃഷ്ടിക്കുക, ഒരു കൂടൊരാൾ വേണ്ടിച്ചിട്ട് പുല്ലിൽ നിന്നും പുള്ളുവനെ സൃഷ്ടിക്കുകയും അങ്ങനെ പുള്ളുവനായി പുള്ളുവൻ്റെ ഭാര്യ പുള്ളുവത്തിയായി എന്നാണ് ഇതിൻ്റെ ഏകദേശം ചരിത്രങ്ങൾ. പണ്ട് കാലങ്ങളിലൊക്കെ എല്ലാ വീടുകളിലാണ് പാടിയിരുന്നത്. തറവാടുകളിലൊക്കെ കൊയ്ത്ത് കാലത്ത് പോയിട്ട് നമ്മൾ പാടും. പിന്നെ കുട്ടികളെ നാവൂറ് പാടാൻ ഇങ്ങനെ പോവും. പിന്നെ കളങ്ങളൊക്കെ പഴയ കാലത്ത് വളരെ കുറച്ച് കളങ്ങളുണ്ടായിരുന്നു. ഇത് ഒരു കുലത്തൊഴിലും ആണ്. ഇതുകൊണ്ടാണ് ഉപജീവനമാർഗം എല്ലാ പുള്ള സമുദായക്കാരും ഇതുകൊണ്ടാണ് ജീവിച്ചിരുന്നത്. ഇപ്പോൾ കുറച്ച് കാലഘട്ടമായിട്ട് ഒന്നും കൂടി വിശ്വാസങ്ങൾ കൂടി, പിന്നെ അതുകൂടാണ്ട് കളങ്ങൾ കൂടി, പിന്നെ പുതിയ തലമുറ ഇങ്ങനെ വരൽ തുടങ്ങി. അപ്പോൾ നമ്മളതിൽ ഉപയോഗിക്കുന്ന 3 വാദ്യങ്ങളാണ് വീണ, കുടം, ഇലത്താളം. ഈ ബ്രഹ്മം, വിഷ്ണു, മഹേശ്വരന്മാരെ സങ്കല്പിച്ചിട്ടാണ് ഈ വാദ്യോപകരണങ്ങൾ 3. ബ്രഹ്മം കയ്യിൽ കുടവും, വിഷ്ണു കയ്യിൽ വീണയും, മഹേശ്വരൻ കയ്യിൽ കുഴിതാളും. അങ്ങനെ 3 വാദ്യോപകരണങ്ങൾ ബ്രഹ്മം, വിഷ്ണു, മഹേശ്വരനെ സങ്കല്പിച്ചിട്ടാണ് ഉള്ളവർ ഉപയോഗിക്കുന്നത് നാഗങ്ങളെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട്. ഞങ്ങൾ പാടുന്ന പാട്ടിൻ്റെ വരികളൊക്കെ മഹാഭാരത കഥയിലത്തെ കഥകളാണ് ഞങ്ങൾ പാട്ട് രൂപത്തിൽ പാടുന്നത്. ഇതിപ്പോൾ ഞാനിപ്പോൾ പഠിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ 2 കൊല്ലമായിട്ടുള്ളൂ. പിന്നെ കാരണന്മാരായിട്ട് പാടുന്നത് കേട്ടിട്ടാണ് നമ്മളിത് പാടി പഠിച്ചതൊക്കെ. പിന്നെ ഇതൊരു അന്യം നിന്ന് പോണ കലയാണ്. ഇത് ചെറുപ്പക്കാർ ഇതിൽ ഇറങ്ങാൻ ഭയങ്കര ഒരു ചമ്മലും മടിയൊക്കെ. കളത്തിന് എല്ലാവരും പോകുന്നുണ്ട്, പക്ഷെ പാടാനും വീടാന്തരം കയറി നാവറ് പാടാനും ആരും ഇറങ്ങണില്ല. ഇപ്പം ഞങ്ങൾ തലമുറയായിട്ട് ചെറുപ്പക്കാരാണ് ഇറങ്ങണുള്ളൂ. ഇത് ഞങ്ങൾക്ക് ഇതുകൊണ്ടാണ് ഞങ്ങൾ ജീവിച്ചു പോണത്. നിത്യം ഉപജീവനം ഇതുകൊണ്ടാണ് ഞങ്ങൾ ജീവിച്ചു പോണത്. ഇതൊരു നല്ല ഒരു അനുഷ്ഠാന കലയാണ്. ഇത് അന്യം നിന്ന് പോവരുത്.
മാറ്റിയിട്ട് ഇന്നത്തെ തലമുറയ്ക്ക് അറിയില്ല അല്ലേ? പുള്ളാമ്പാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു അന്യം നിന്ന് പോകുന്ന ഒരു കലാരൂപം എന്ന് വേണമെങ്കിൽ പറയാം. പണ്ടൊക്കെ തന്നെ എൻ്റെ ചെറുപ്പകാലത്തൊക്കെ നമ്മുടെ വീട്ടിലുള്ള എല്ലാവരുടെയും തുറന്ന നാള് അവർക്ക് മനപ്പാടാണ്. അവരാ ദിവസങ്ങളിൽ കൃത്യമായി നമ്മുടെ വീടുകളിൽ വന്ന് അവരുടെ നവറ് പാടുക എന്നാണ് പറയുക അതിന്. അപ്പോൾ ഒക്കെ കൃത്യമായി അവർ ചെയ്തിരുന്നു. ഇപ്പോഴത്തെ തലമുറയോട് അതൊക്കെ പറയുമ്പോൾ അവർ കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ല എന്ന് പറയുന്നൊരു രീതിയാണ്. ഒരു നാടൻ കലാരൂപം അന്യം നിന്ന് പോവാണെന്ന് തന്നെ പറയാം. ഉള്ളുവൻ പാട്ട് ആരാധന മാത്രമല്ല, രോഗശാന്തിക്കും അനുഗ്രഹത്തിനുമായി ജനങ്ങൾ ആശ്രയിക്കുന്നൊരു വിശ്വാസവുമാണ്. തലമുറകളിലൂടെ കൈമാറപ്പെട്ട ഈ കലാരൂപം കേരളത്തിന്റെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തിന്റെ അമൂല്യ ഭാഗമാണ്.